മലയാളികൾക്ക് പരിചിതമില്ലാത്ത കാർഷിക വിളകളെയും സംസ്കൃതിയെയും പരിചയപ്പെടുത്തുകയാണ് ഹരിതഭാരതത്തിന്റെ ദൗത്യം. ഇത്തവണത്തേത് ഒരൽപ്പം നീണ്ടതും സാഹസികവുമായ ഒരു യാത്രയാണ്. ഇത് മറയൂർ. ചന്ദനമരങ്ങളും മുളങ്കാടുകളും പ്രശോഭ പടർത്തി നിൽക്കുന്ന വനമേഖല. ദൂരെ ചിന്നാർ മലനിരകൾ കാണാം. അതിനുമപ്പുറത്താണ് ചിന്നാർ നാഷണൽ പാർക്ക്. ചെങ്കുത്തായ പാറക്കെട്ടുകളും അഗാധമായ കൊല്ലികളും നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്ന് പറയാതെ വയ്യ. ചന്ദന സുഗന്ധമാസ്വദിച്ച് നിഷ്കളങ്കത പൂണ്ട ഈ വഴിത്താരയിലൂടെയുള്ള യാത്ര വിവരണാതീതമാണ്. നീല നിറത്തിലുള്ള പൂക്കളുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ. മറയൂരിലെ മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ ബ്രിട്ടീഷുകാരുടെ കരവിരുതാണ്. അവർ മൂന്നാറിലും ചിന്നാറിലുമൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പ്രകൃതിയുടെ അനശ്വര ലയത്തെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു. ചന്ദന മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. മുകളിൽ സുവർണപ്രഭ ചൊരിഞ്ഞു നിന്ന സൂര്യൻ വാഹനത്തിനു നേരെ മുഖം കാട്ടി. നിരവധി ചെക്ക് പോസ്റ്റുകളെ കടന്നായിരുന്നു യാത്ര. ഓരോ വാഹനവും ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിച്ച് കടത്തിവിടുന്നു. ആളുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇവിടെ ഇളവുകളൊന്നുമില്ല. പൂത്തുലഞ്ഞു നിൽക്കുന്ന വിശാലമായ ഈ ചോളപ്പാടം തമിഴന്റെ ഹരിത സമ്പത്തിന്റെ കരുത്താണ് കാണിക്കുന്നത്. വിശാലമായ ഈ ചോളപ്പാടം പിന്നിട്ട് ഹരിതഭാരതം ഉടുമൽപേട്ടയ്ക്കടുത്ത നെയ്ക്കാരൻപെട്ടി എന്ന സുന്ദര ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നാട്ടുവഴികളും നദിയും നന്മ നിറഞ്ഞ ഗ്രാമീണരും. സമൃദ്ധമാണ് ഈ പ്രദേശം. ഗ്രാമീണരിൽ നന്മ മാത്രമല്ല, ദീർഘവീക്ഷണവും ആസൂത്രിത കാഴ്ചപ്പാടുകളുമുണ്ടെന്ന് ഇവിടുത്തെ ജലസംഭരണി തെളിയിച്ചു. ജലക്ഷാമം രൂക്ഷമായിരുന്ന ഈ ഗ്രാമം ഇന്ന് വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നില്ല. വർഷം മുഴുവനും പെയ്യുന്ന മഴവെള്ളം ഇവിടെ സംഭരിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെയാണ് ജലസംഭരണം. 50,000 ഹെക്ടർ കൃഷി ആവശ്യത്തിന് നെയ്ക്കാരൻപെട്ടി സംഭരണിയിലെ ജലം പ്രയോജനപ്പെടുത്തുന്നു. സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സഹായമില്ലാതെയാണ് നെയ്ക്കാരൻപെട്ടിയിലെ ഈ ജലസംഭരണി വർഷം മുഴുവൻ നിറഞ്ഞു തൂവി നിൽക്കുന്നത്. കുടിവെള്ളക്ഷാമത്താൽ നട്ടം തിരിയുന്ന കേരളീയർ ഓർത്തു വെക്കേണ്ടതാണ് മനുഷ്യ സഹകരണത്തിന്റെ ഈ ജലപാഠം. നെയ്ക്കാരൻപെട്ടിയിൽ വിഷമിക്കുന്ന മുഖങ്ങളില്ല. ജലാശയത്തിൽ വീണു ചിതറുന്ന സൂര്യരശ്മികൾ പോലും പ്രകാശം പൊഴിച്ച് ചിരിക്കുന്നു. നെയ്ക്കാരൻപെട്ടിയിൽ നിന്ന് യാത്ര തുടർന്ന് ഹരിതഭാരതം കാർഷിക സമൃദ്ധിക്ക് ഏറെ പേരുകേട്ട ഒട്ടൻ ഛത്രത്തിലെത്തി. ഇവിടുത്തെ പ്രമുഖ കറ്റാർവാഴ കർഷകനായ കസ്തൂരി കൃഷ്ണന്റെ വസതിയിലേക്കാണ് യാത്ര. താമസിയാതെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലെത്തി. ഒരു വിശ്രമ ദിവസത്തിന്റെ ആഘോഷവേളയിലായിരുന്നു കസ്തൂരി കൃഷ്ണന്റെ കുടുംബം. അച്ഛനും അമ്മയും ഭാര്യയും മകനുമടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ് കസ്തൂരിയുടേത്. തമിഴ്നാട്ടിലെ പ്രമുഖ കറ്റാർവാഴ കർഷകനാണ് കസ്തൂരി. വീടിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണം പാരമ്പര്യവൃത്തിയായ കൃഷി തന്നെയെന്ന് കസ്തൂരി പറയുന്നു. ഒട്ടൻ ഛത്രത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് കസ്തൂരിയുടെ കൃഷിസ്ഥലം. അദ്ദേഹം തന്റെ ബൈക്കെടുത്ത് യാത്രയ്ക്ക് തയ്യാറായി. മകനെയും മുന്നിലിരുത്തി അദ്ദേഹം യാത്രയായി. മെയിൻ റോഡ് വിട്ട് ഒരു ഇടറോഡിലേക്ക് പ്രവേശിച്ചു. ദുർഘടമാണ് ഈ ഗ്രാമീണ പാത. കസ്തൂരി എന്തുകൊണ്ടാണ് യാത്രയ്ക്ക് ഇരുചക്രവാഹനം തെരഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്പദൂരം ചെന്നപ്പോൾ കസ്തൂരിയുടെ വിശാലമായ തെങ്ങിൻ പറമ്പായി.
തെങ്ങിൻ തോപ്പിന് അതിരിട്ടുകൊണ്ട് അദ്ദേഹം തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. തെങ്ങിന് ഇടവിളയായാണ് കറ്റാർ വാഴ കൃഷി ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അലോവെര എന്നും തമിഴിൽ സോത് കത്താല എന്നുമാണ് കറ്റാർ വാഴ അറിയപ്പെടുന്നത്. ആദ്യ നോട്ടത്തിൽ കറ്റാർ വാഴത്തോട്ടം ഒരു കൈതത്തോപ്പിനെ അനുസ്മരിപ്പിച്ചു. കൈതയുടെ മുള്ളുകൾ പോലെ കറ്റാർ വാഴയുടെ ഇലകളിലും കൊച്ചു കൊച്ചു മുള്ളുകൾ കാണാം. കാഴ്ചയിൽ അപകടകാരികളെന്ന് തോന്നുമെങ്കിലും ഈ സാധുക്കളെ കൊണ്ട് ആപത്തൊന്നുമില്ലെന്ന് വേണം പറയാൻ. തോട്ടത്തിൽ ഒന്ന് ചുറ്റിയടിച്ചതിനു ശേഷം കസ്തൂരികൃഷ്ണൻ അരികിലെത്തി. കാഴ്ചയിൽ കറുത്ത് ആജാനുബാഹുവായ ഈ മനുഷ്യൻ പ്രകൃതത്തിൽ സൗമ്യനാണ്. തമിഴകത്തെ മറ്റേതൊരു കർഷകനെയും പോലെ അതിഥികളോട് അങ്ങേയറ്റം ആദരവോടെ പെരുമാറുന്നു. ஆந்திராவிலேருந்து இங்கே ஒரு 6 ஜென்ரேஷன்ஸ்க்கு முன்னாடி இங்கே வந்தாச்சு. வந்து இங்கே செட்டில் ஆகிடுச்சுங்க. அக்ரிகல்ச்சர்லேயே பெஸ்ட்டாக தான் பார்த்தா. ആന്ധ്രാപ്രദേശിൽ നിന്നും 6 നൂറ്റാണ്ട് മുൻപ് തമിഴ്നാട്ടിലേക്ക് കുടിയേറി പാർത്തവരാണ് കസ്തൂരിയുടെ പിതാമഹന്മാർ. കൃഷിയാണ് പാരമ്പര്യ തൊഴിൽ. കസ്തൂരിയുടെ അച്ഛൻ മുത്തുരാമകൃഷ്ണൻ മികച്ച ഒരു കർഷകനായിരുന്നു. അദ്ദേഹം കൃഷി ചെയ്യാത്ത വിളകളൊന്നുമില്ല. വാർദ്ധക്യമായതോടെ ഉത്തരവാദിത്തമെല്ലാം മകനെ ഏൽപ്പിച്ച് അദ്ദേഹം വിശ്രമിക്കുന്നു. കസ്തൂരി പഠനത്തിനു ശേഷം ചില കരാർ തൊഴിലുകളിലാണ് ആദ്യം ഏർപ്പെട്ടത്. സിവിൽ കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് ചില വർക്കുകൾ ചെയ്തെങ്കിലും മനസ്സിന് സംതൃപ്തി കിട്ടിയില്ല. തന്റെ കർമ്മഭൂമി മണ്ണാണെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹം കോൺട്രാക്ട് പണികൾ വിട്ടൊഴിഞ്ഞു. ഹൃദയത്തിൽ പാരമ്പര്യമായി സൂക്ഷിക്കുന്ന കാർഷിക വേലയുടെ മഹത്വവും പ്രൗഢിയും കസ്തൂരിയുടെ മനസ്സിൽ കുളിരുകോരി. കാർഷിക രംഗത്ത് വ്യത്യസ്തമായതൊന്ന് പരീക്ഷിച്ച് മെച്ചപ്പെട്ട വിജയം കൈവരിക്കുക എന്നത് കസ്തൂരിയുടെ സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് കറ്റാർ വാഴയെക്കുറിച്ച് സുഹൃത്തായ സുബ്രഹ്മണ്യൻ പറഞ്ഞറിയുന്നത്. ഭൂമിയിൽ എല്ലാ പ്രദേശങ്ങളിലും വളരുമെങ്കിലും തമിഴ്നാടിന് കറ്റാർ വാഴ കൃഷി ആദ്യത്തെ അനുഭവമായിരുന്നുവെന്ന് കസ്തൂരി പറയുന്നു. இப்போ என்னுடைய ஃபீல்டு வந்து இது வந்து ஒரு 12 ஏக்கர் இருக்குங்க சார். இந்த 12 ஏக்கர் ஒரு 5 ஏக்கர்ஸ் வந்து தென்னந்தோப்பு இருக்குது. அவர் സുബ്രഹ്മണ്യൻ കസ്തൂരിയുടെ 12 ഏക്കർ ഭൂമിയിൽ 5 ഏക്കറിലാണ് തെങ്ങ് നട്ടിരിക്കുന്നത്. ഇവിടെ തെങ്ങിന് ഇടവിളയായാണ് കറ്റാർ വാഴയെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. തനിവിളയായും കറ്റാർ വാഴ കൃഷി ചെയ്യാവുന്നതാണ്. കറ്റാർ വാഴ വളരാൻ 50% വരെ തണൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവിളയായി കറ്റാർ വാഴ നട്ടുകൊണ്ട് കസ്തൂരി തന്റെ തോപ്പിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. മാതൃസസ്യത്തോട് ചേർന്ന് തന്നെ കിളിർക്കുന്ന സക്കർ എന്ന ചിനപ്പുകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. വാരം കോരി 1 അടി മുതൽ 2 അടി വരെ അകലത്തിലാണ് ചെടി നടുന്നത്. തനിവിളയായി കൃഷി ചെയ്യുമ്പോൾ 1 ഏക്കറിൽ 10,000 ചെടികൾ നടാനാകും. ഇടവിളയായി ചെയ്യുമ്പോൾ 6,000 ചെടികൾ വെച്ച് പിടിപ്പിക്കാം. 50% തണൽ ലഭിക്കുന്ന പ്രദേശത്തായിരിക്കണം കറ്റാർ വാഴ നടേണ്ടതെന്ന കാര്യം വിസ്മരിക്കരുതെന്ന് മാത്രം. സാധാരണഗതിയിൽ തെങ്ങിന് കൊടുക്കുന്ന നന തന്നെ ഇതിനും മതിയാകും. വെള്ളമില്ലാതെയും കറ്റാർ വാഴയ്ക്ക് വളരാനാകും. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ജലസേചനം ഒഴിച്ചുകൂടാനാകാതെ വരും. കറ്റാർ വാഴയെ ഒരു അത്ഭുത സസ്യം എന്ന് വിളിക്കാനാണ് കസ്തൂരിക്കിഷ്ടം. അറിയപ്പെടാത്ത ഒട്ടേറെ രഹസ്യ ഔഷധ മൂല്യങ്ങളുടെ കലവറയാണ് ഈ ചെടികൾ. സാധാരണഗതിയിൽ കറ്റാർ വാഴയെ കീടങ്ങൾ ആക്രമിക്കാറില്ല. വളർച്ചയ്ക്കായി വളവും വേണ്ട. അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ കൃഷി ചെയ്യുന്ന കർഷകന് തെല്ലൊന്ന് നടുനീർക്കാനാകും. കർഷകന്റെ സാമീപ്യമില്ലെങ്കിലും പരിഭവമില്ലാതെ നേരാവണ്ണം വളരാൻ കറ്റാർ വാഴ മനസ്സുവെക്കുന്നു. കൃഷിക്ക് പരിചരണവുമായി കൂടെ നിൽക്കേണ്ടതില്ലാത്തതിനാൽ കസ്തൂരി കറ്റാർ വാഴയെക്കുറിച്ചുള്ള ചില ഗവേഷണ പ്രവർത്തനങ്ങളിൽ മുഴുകി.
താൻ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതയും സാധ്യതയും കണ്ടെത്താനുള്ള അന്വേഷണ ത്വര കസ്തൂരിയെ എവിടെ കൊണ്ടുവന്നെത്തിച്ചു എന്ന് കാണുക. തമിഴ്നാട്ടിൽ ഇന്ന് കറ്റാർ വാഴ കൃഷിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനാകുന്ന കർഷകരിൽ പ്രമുഖനാണ് കസ്തൂരി. കറ്റാർ വാഴയെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവുകളും പാരമ്പര്യ അറിവുകളും സംഗ്രഹിച്ചെടുത്തപ്പോൾ തൻ്റെ തോട്ടത്തിൽ മൂപ്പത്തി നിൽക്കുന്നത് ഒരു ദിവ്യൌഷധം തന്നെയെന്ന് അദ്ദേഹം വിസ്മയത്തോടെ കണ്ടെത്തി. കറ്റാർ വാഴയുടെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നാണ്. ലില്ലി ഓഫ് ദ ഡെസർട്ട് എന്ന പേരിൽ വിഖ്യാതമായിരുന്നു അലോവെര. അലോ എന്ന വാക്കിന് അറബിയിൽ കയ്പുള്ളത് എന്നാണ് അർത്ഥം. ക്രിസ്തുവിന് മുൻപ് 1500 ആണ്ടിൽ കറ്റാർ വാഴയുടെ ഔഷധ ഗുണങ്ങൾ ഈജിപ്തുകാർ കണ്ടെത്തിയിരുന്നു. പൊള്ളലിനും മുറിവുണക്കുന്നതിനും വേണ്ടി അവർ ഈ അത്ഭുത സസ്യത്തെ നട്ടുവളർത്തിയെടുത്തു. 1930 കറ്റാർ വാഴയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നത്. ചെടിയുടെ 96% ജലാംശം നിറഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്ന 4% എസൻഷ്യൽ ഓയിൽ, അമിനോ ആസിഡ്, മിനറൽസ്, വിറ്റാമിൻസ്, എൻസൈംസ്, ഗ്ലൈക്കോപ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. കറ്റാർ വാഴയ്ക്ക് അത്യപൂർവ രോഗശമന ശേഷിയാണുള്ളത്. ആന്തര അവയവങ്ങളുടെ പ്രവർത്തന ദോഷങ്ങൾ കറ്റാർ വാഴ കൊണ്ടുള്ള ഔഷധങ്ങൾ സുഖപ്പെടുത്തിയെടുക്കുന്നു. ഈയിടെ അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ കറ്റാർ വാഴ പെപ്റ്റിക് അൾസറിന് ഉത്തമമായ ഔഷധമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ജെൽ സുഗന്ധലേപനങ്ങളുടെയും പൗഡറുകളുടെയും നിർമ്മാണത്തിന് ഉപയുക്തമാണെന്നും കണ്ടെത്തി. കറ്റാർ വാഴയുടെ അത്ഭുത ഗുണങ്ങൾ കണ്ടെത്തിയ അമേരിക്കക്കാരൻ ഇതിനെ മാജിക് ഹീലർ, മാസ്റ്റർ ഹീലിംഗ് പ്ലാന്റ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ഏക്കറുകളിലാണ് അമേരിക്കയിൽ, വിശേഷിച്ച് വടക്കേ അമേരിക്കയിൽ കറ്റാർ വാഴ കൃഷി നടക്കുന്നത്. കറ്റാർ വാഴയെ ഒരു മാജിക് സസ്യം എന്ന് വിളിക്കാൻ ഇനിയും കാരണങ്ങളുണ്ട്. മണ്ണിലും അന്തരീക്ഷത്തിലുമൊക്കെ കറ്റാർ വാഴ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതായി കസ്തൂരി കണ്ടെത്തിയിട്ടുണ്ട്. நிறையா மாடர்ன் அக்ரிகல்ச்சர் பண்ணிவிட்டு பயாலஜிக்கல் ஆக்டிவிட்டியே சாயில் இல்லை. கம்ப்ளீட்லி வி ஹவ் லாஸ்ட் எவ்ரி திங். இப்போ இந்த பிளான்ட்டை பண்ணியாச்சுன்னா பிலோ கிரவுண்ட் லெவல் ஒரு பயாலஜிக்கல் ஆக்டிவிட்டி, கிரவுண்ட் லெவலில் ஒரு பயாலஜிக்கல் ஆக்டிவிட்டி, அபவ் த கிரவுண்ட் ஒரு பயாலஜிக்கல் ஆக்டிவிட்டி இஸ் தேர். ഇപ്പോൾ ഇത് വെച്ചാൽ കറ്റാർ വാഴ പോലെ മണ്ണിന്റെ ഉർവരത വീണ്ടെടുക്കുന്ന മറ്റൊരു സസ്യമില്ല. മണ്ണിനടിയിലും പുറത്തും കറ്റാർ വാഴ നടത്തുന്ന ജൈവ പ്രവർത്തനങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. മണ്ണിന്റെ ധാതു സമ്പുഷ്ടി വീണ്ടെടുക്കുവാനും ദീർഘകാലം നിലനിർത്താനും കറ്റാർ വാഴ ചെടികൾക്ക് കഴിയും. ധാരാളം വെള്ളമാണ് ചെടി വലിച്ചെടുക്കുന്നത്. ഈ വെള്ളമത്രയും സംഭരിക്കുന്നത് അതിൻ്റെ പോളകളിലാണ്. കറ്റാർ വാഴയുടെ ജലസംഭരണം ഭൂഗർഭ ജലത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ജലവിതാനം കൃത്യമായ അളവിൽ നിലനിർത്തുന്നു. അന്തരീക്ഷ ഈർപ്പത്തെ സന്തുലിതമായി നിലനിർത്താൻ കറ്റാർ വാഴയ്ക്ക് ശേഷിയുണ്ട്. ഇത് തോട്ടത്തിലെമ്പാടും സുഖകരമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു. കസ്തൂരിയുടെ തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ശീതീകരിച്ച മുറിയിൽ വിശ്രമിക്കുന്ന സുഖമാണ് ലഭിച്ചത്. വേനലിൽ തോട്ടത്തിലെ ഈർപ്പം വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരിക്കും കറ്റാർ വാഴ. വേനൽ പരാഗണകാലം കൂടിയാണ്. കറ്റാർ വാഴ വെച്ചതുവഴി തെങ്ങിൻ്റെ പരാഗണവും അതുവഴി വിളവും കൂടുതൽ കിട്ടിയെന്ന് കസ്തൂരി സാക്ഷ്യപ്പെടുത്തുന്നു. 1997 കസ്തൂരി തെങ്ങ് കൃഷി തുടങ്ങിയത്. മച്ചിങ്ങ പൊഴിയിലായിരുന്നു പ്രധാന രോഗം. 13 മാസം മുൻപ് കറ്റാർ വാഴ ഇടവിളയായി കൃഷി ചെയ്തതു മുതൽ മച്ചിങ്ങ പൊഴിച്ചിൽ നിലച്ചു. ചെമ്പൻ ചെല്ലി അടക്കം തെങ്ങിനെ ആക്രമിക്കുന്ന 80% കീടങ്ങളെയും ചെല്ലികളെയും കറ്റാർ വാഴ തുരുത്തിയതായി കസ്തൂരി വെളിപ്പെടുത്തുന്നു. அந்த 13 மந்தில் பார்த்தீங்கன்னா வாட்டர் ஹோல்டிங் கெப்பாசிட்டி வந்து நல்லா இன்க்ரீஸ் ஆகிருக்குங்க சார். முதல்ல மேலே அந்த நட்ஸ் எல்லாம் அந்த ஸ்மாலாக இருக்கும்போதே ட்ராப்பிங் வருங்க. இப்போ இந்த பாஸ்ட் 6 months இந்த அலோவேரா நட்டு 6 months கழிச்சு பார்த்தப்ப நட்ஸ் அப்படியே நிறைய நிற்கிது. കസ്തൂരിയുടെ വാക്കുകൾക്ക് വേറെ തെളിവുകൾ വേണ്ട. ആരോഗ്യത്തോടെ ഹരിതാഭ വിരിച്ചു നിൽക്കുന്ന ഈ തെങ്ങിൻ തോപ്പ് തന്നെ അതിന് സാക്ഷ്യം. കറ്റാർ വാഴയുടെ പോളയുടെ രൂക്ഷഗന്ധമാണ് കീടങ്ങൾക്ക് ഭീഷണിയാകുന്നത്. തണ്ടൊടിഞ്ഞാൽ പരക്കുന്ന ഗന്ധം ഏതു കീടത്തെയും ദീർഘകാലത്തേക്ക് തോട്ടത്തിൽ നിന്നകറ്റുന്നു. മഴക്കാലത്ത് തോട്ടത്തിൽ വെള്ളക്കെട്ട് തടയുന്നതിനും കറ്റാർ വാഴ സഹായിച്ചതായി കസ്തൂരി പറയുന്നു. ചുരുക്കത്തിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കായി
പ്രകൃതി ഒരുക്കിയ ജൈവ മെക്കാനിസമാണ് കറ്റാർ വാഴയെന്ന് പറയേണ്ടി വരും. 1 year to 12 months to 15 months அப்போ we can have the harvest. ஆக்சுவலாக ஒரு பிளான்ட் வந்து இட் கேன் வே ஃப்ரம் ஒரு ஒரு 7 kilos to 15 kilos வரும். 15-ാം മാസം മുതൽ വിളവെടുപ്പ് തുടങ്ങാം. 2 വിധത്തിലാണ് കറ്റാർ വാഴയുടെ വിളവെടുപ്പ് നടത്തുന്നത്. കറ്റാർ വാഴ സംസ്കരിച്ച് അതിൻ്റെ ജെല്ലെടുക്കുന്ന ഫാക്ടറി സമീപത്തുണ്ടെങ്കിൽ പോളകൾ മുറിച്ചെടുത്ത് ഉടനെ നൽകാം. ചുവട്ടിൽ നിന്ന് അല്പം വിട്ടുമാറി പോളകൾ മൂർച്ചയുള്ള കത്തികൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വിളവെടുത്ത പോളകൾ 5 മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കേണ്ടതുണ്ട്. കൃഷിക്കാരൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് വിളവെടുപ്പ്. കൂടുതൽ ദിവസം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ ചെടി അങ്ങനെ തന്നെ പറിച്ചെടുക്കുകയാണ് പതിവ്. ഒരു ചെടിക്ക് 7 മുതൽ 15 കിലോ വരെ തൂക്കം ലഭിക്കും. 1 ഏക്കർ തോട്ടത്തിൽ നിന്നും 100 ടൺ വിളവാണ് ലഭിക്കുക. മാർക്കറ്റ് വിലയനുസരിച്ച് കിലോയ്ക്ക് 3 മുതൽ 5 രൂപ വരെ ലഭിക്കും. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് കർഷകന് ലഭിക്കുന്ന വരുമാനം. ഉൽപാദന ചെലവാകട്ടെ തുച്ഛമാണ് താനും. ചെടി സംരക്ഷണത്തിന് അങ്ങേയറ്റം 2 രൂപ മാത്രമാണ് കർഷകന് ചെലവ് വരുന്നത്. കണക്ക് നോക്കുമ്പോൾ 10,000 ചെടിക്ക് പരിചരണ ചെലവായി വരുന്നത് 20,000 രൂപ. വിളവെടുപ്പ് ചെലവും പണിക്കൂലിയുമൊക്കെയായി 5,000 രൂപ നീക്കിവെക്കാം. ആകെ 25,000 രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. കുറഞ്ഞ പ്രതിഫലമായി 3 ലക്ഷം കിട്ടിയാൽ പോലും കർഷകന് കിട്ടുന്ന ലാഭം എത്രയെന്ന് കണക്കാക്കി നോക്കുക. എന്നാൽ ഉൽപാദനം കൂടുമ്പോൾ സംഭവിക്കുന്ന ചില തകരാറുകളുമുണ്ട്. കേരളത്തിൽ വാനില കൃഷിക്കുണ്ടായ തിരിച്ചടി തന്നെ ഉദാഹരണം. കറ്റാർ വാഴ കൃഷിക്കൊരുങ്ങുന്ന മലയാളി കർഷകൻ നിശ്ചയമായും ഓർത്തുവെക്കേണ്ടതാണ് വാനില നൽകുന്ന പാഠം. പ്രണവ് മണ്ണിൽ നിന്നടർത്തിയ ഒരു കറ്റാർ വാഴയുമായി സമീപത്തെത്തി. അച്ഛനെപ്പോലെ കറ്റാർ വാഴത്തോട്ടത്തിലെത്തിയാൽ ഇവനും എല്ലാം മറക്കുകയായി. ചെടിയുടെ വളർച്ചയും പരിപാലന രീതികളുമൊക്കെ ഈ കൊച്ചു മനസ്സ് എന്നെ സ്വായത്തമാക്കിയിരിക്കുന്നു. തമിഴകത്ത് തലമുറകളിലേക്ക് കൈമാറുന്ന കാർഷിക സംസ്കൃതിയുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെയൊക്കെയാണ്. ഔഷധ നിർമ്മാണത്തിനായി കറ്റാർ വാഴയുടെ ഉണങ്ങിയ പോളകളും ഉപയോഗിക്കുന്നു. മുറിച്ചെടുത്ത് ഉണക്കി വിൽക്കുന്ന കറ്റാർ വാഴ പോളകൾക്ക് കർഷകന് നല്ല വില ലഭിക്കാറുണ്ട്. കറ്റാർ വാഴ പോളകൾ ഒടിക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം ലഭിക്കും. തമിഴിൽ കരിയപ്പവിഴം എന്നും ഇംഗ്ലീഷിൽ യെല്ലോ സാപ്പ് എന്നും ഇതറിയപ്പെടുന്നു. വളരെയധികം ഔഷധ മൂല്യമുള്ള യെല്ലോ സാപ്പിന് ലിറ്ററിന് 500 രൂപ വരെ വില ലഭിക്കും. ചെന്നിനായകം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവും കറ്റാർ വാഴ നീര് തന്നെയാണ്. കാടുകളിൽ കറ്റാർ വാഴ സുലഭമായിരുന്ന കാലത്ത് വേണ്ടുവോളം നീര് സംഭരിച്ചിരുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന നീര് വലിയ പാത്രങ്ങളിലായി സൂക്ഷിക്കുകയാണ് പതിവ്. യെല്ലോ സാപ്പിനായി പിഴിഞ്ഞെടുത്താൽ പിന്നെ കറ്റാർ വാഴ പോളകൾ ഉപയോഗശൂന്യമായി തീരും. ടിഞ്ചർ ഓഫ് ബെൻസോയിൽ നിർമ്മാണത്തിന് യെല്ലോ സാപ്പാണ് ഉപയോഗിക്കുന്നത്. കറ്റാർ വാഴയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന ജെല്ലിന് നിറമോ മണമോ ഉണ്ടാകില്ല. കിലോഗ്രാമിന് 800 മുതൽ 900 വരെയാണ് കറ്റാർ വാഴ ജെല്ലിൻ്റെ വില. കറ്റാർ വാഴയിട്ട് കാച്ചിയ എണ്ണ പണ്ടുകാലം മുതലേ തലമുടിയുടെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. കറ്റാർ വാഴ സത്തിൽ നിന്നും ഹെർബൽ ഡ്രിങ്കുകൾ വികസിപ്പിച്ചെടുത്തതോടെ മുമ്പൊന്നുമില്ലാത്ത വിധം കൃഷി വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. വിവിധ ഇനം പഴച്ചാറുകളുമായി കറ്റാർ വാഴ നീര് ചേർത്ത് രുചികരമായ പാനീയങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വന്നു തുടങ്ങി. ജ്യൂസുകൾക്ക് പുറമെ കറ്റാർ വാഴ അച്ചാറുകളും വിപണിയിലുണ്ട്. തമിഴ്നാട്ടിൽ കറ്റാർ വാഴ കർഷകരുടെ ക്ഷേമത്തിനായി വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നെൽക്കാശി ആഗ്രോ ട്രസ്റ്റ് അതിലൊന്നാണ്. കറ്റാർ വാഴയെപ്പറ്റി ഏറെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള MK സുബ്രമണി എന്നയാളാണ് ட்ரஸ்டின் பிரசிடென்ட். கடந்த 15 ஆண்டுகளாக இந்தியாவில் வந்து தமிழ்நாட்டு வந்து ரொம்ப நம்ம முந்தைய விவசாயம் வந்து ரொம்ப வெங்காயம் தக்காளி போன்ற பயிர்களுக்கு விலை இல்லாத காரணத்தால் തമിഴ്നാട്ടിലെ പാരമ്പര്യ കൃഷികളായ തക്കാളി, ചോളം, പരുത്തി എന്നിവയൊക്കെ വിലത്തകർച്ച നേരിട്ട സന്ദർഭത്തിലാണ് പുതിയൊരു കൃഷിരീതിക്കായുള്ള അന്വേഷണം തുടങ്ങിയതെന്ന് സുബ്രമണി പറയുന്നു.
ബദൽ കൃഷിക്കായി സർക്കാരും വേണ്ടത്ര പിന്തുണ നൽകുകയുണ്ടായി. അങ്ങനെ 1986 സുബ്രഹ്മണി 2 ഏക്കറിൽ കറ്റാർ വാഴ നട്ടു. വിളവെടുത്തപ്പോൾ നിരാശയായിരുന്നു ഫലം. വാങ്ങാൻ ആളില്ല. കർഷകർക്കാണെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് അറിയുകയുമില്ല. തുടർന്ന് കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കി സുബ്രഹ്മണി കറ്റാർ വാഴ വിപണനത്തെക്കുറിച്ചും സംസ്കരണത്തെക്കുറിച്ചും പഠനം നടത്തി. താമസിയാതെ പെരിയകുളത്ത് ഒരു കറ്റാർ വാഴ സംസ്കരണ ഫാക്ടറിക്കും ഇവർ തുടക്കം കുറിച്ചു. ഇത് നിർണായകമായ ഒരു ചുവടുവയ്പായി മാറുകയായിരുന്നു. മധുரை മാവട്ടം, കോയമ്പത്തൂർ മാവട്ടം, തിണ്ടുക്കൽ മാവട്ടം, തമിഴ്നാട്ടിൽ തുടർന്ന് 8 ഫാക്ടറികൾ കൂടി ഉടലെടുത്തു. ദിണ്ടിഗൽ, മധുര, കോയമ്പത്തൂർ എന്നീ 3 ജില്ലകളിൽ കൂടി കൃഷി വ്യാപകമായി. കറ്റാർ വാഴയിൽ നിന്നുണ്ടാക്കുന്ന ഹെർബൽ ഡ്രിങ്കുകൾ, അച്ചാറുകൾ എന്നിവയ്ക്ക് വൻ ഡിമാൻഡാണെന്ന് സുബ്രഹ്മണി പറയുന്നു. പൈനാപ്പിൾ, മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ ഫ്ലേവറുകളിൽ കറ്റാർ വാഴ ജ്യൂസും നെൽക്കാശി ആഗ്രോ ട്രസ്റ്റ് തയ്യാറാക്കി വിപണനം നടത്തുന്നു. കസ്തൂരിയും സുബ്രഹ്മണിയും തമിഴകത്ത് വേറിട്ട് ചിന്തിച്ച് വൻ വിജയങ്ങൾ കൊയ്തെടുത്ത കർഷകരാണ്. വലിയ വിജയങ്ങളിൽ ഇവർ മതിമറക്കുന്നില്ല. ഭൂമിയോളം താണ് മണ്ണിനെയും സസ്യജാലങ്ങളെയും ചുംബിച്ചുണർത്തി ഇവർ ഭൂമിയെ ഉർവരമാക്കുന്നു. സർവരോഗ നിവാരണിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കറ്റാർ വാഴ തമിഴ്നാട്ടിലെ കർഷകരെ അതിവേഗത്തിൽ സമ്പന്നരാക്കുകയാണ്. ഒന്ന് നട്ടാൽ പിന്നെ വേറെ വിത്തു തേടി പോകേണ്ടതില്ലാത്ത കറ്റാർ വാഴ ചെടികൾ തമിഴകമാകെ പടർന്നു പിടിക്കുന്ന കാലം അതിവിദൂരമല്ല. കസ്തൂരിയുടെ മകൻ പ്രണവിനെ പോലെയുള്ള കുരുന്ന് തലമുറ കാർഷിക വൃത്തിയുടെ മഹത്വം ജന്മനാ തന്നെ തൊട്ടറിയുമ്പോൾ തമിഴ്നാട് ഭാരതത്തിൻ്റെ കർഷക സമൃദ്ധിയുടെ നിത്യഹരിത കലവറയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ യാത്ര പൂർണ്ണമാവുകയാണ്. ഹരിതശ്രീ തേടിയുള്ള ഈ പ്രയാണം വരും ദിനം മറ്റൊരു കാഴ്ചയുമായി വീണ്ടുമെത്തും.